നമ്മളുടെ വിഷയം കർമ്മയോഗമാണ്. 3-ാമത്തെ അധ്യായം. 16 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ 14-ാമത്തെ ശ്ലോകം മുതൽ പ്രകൃതിയുടെ തന്നെ ഒരു ചക്രത്തെ, ചാക്രികമായ ഗതിയെ ഭഗവാൻ നമുക്ക് പരിചയപ്പെടുത്തി തരാണ്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദ് അന്നസംഭവഃ യജ്ഞാദ് ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മ അക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അന്നത്തിൽ നിന്ന് ജീവികൾ ഉണ്ടാകുന്നു. അതിൻ്റെ കണക്ഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം അന്നം ഓരോരുത്തരും കഴിക്കുമ്പോൾ, ജീവികൾ കഴിക്കുമ്പോൾ അന്നത്തിൽ നിന്നാണ് ശരീരത്തിൽ രക്തം ഉണ്ടാകുന്നത്. രക്തത്തിൽ നിന്ന് രേതസ് ഉണ്ടാകുന്നു. രേതസ്സിൽ നിന്ന് പ്രജകൾ ഉണ്ടാകുന്നു. രക്തത്തിൽ നിന്ന് തന്നെ അണ്ഡം ഉണ്ടാകുന്നു. അപ്പോൾ അന്നമാണ് രേതസ്സും രക്തവും ഒക്കെ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് അന്നത്തിൽ നിന്ന് പ്രജകൾ ഉണ്ടാകുന്നു, ഭൂതങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ചിന്തയെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമാക്കേണ്ടതുണ്ട്. പർജന്യാത് അന്നസംഭവഃ, മഴയിൽ നിന്നാണ് അന്നം ഉണ്ടാകുന്നത്. മഴ എന്നത് നനവാണ്, ജലാംശമാണ്. എല്ലാ ജീവന്റെയും ഉദ്ഭവം ജലത്തിൽ നിന്നാണ് എന്ന് പരിണാമത്തിന്റെ ആദ്യഗതിയെക്കുറിച്ച് ആധുനിക ശാസ്ത്രം പറയുമ്പോഴും അത് തന്നെയാണ് ഋഷിയും പറയുന്നത്. മഴയിൽ നിന്നാണ് അന്നമുണ്ടാകുന്നത്. ഈ മണ്ണിൽ എന്തെങ്കിലും മുളയ്ക്കണമെങ്കിൽ വെള്ളം വേണം. ആ വെള്ളം മഴയിൽ നിന്നാണ് വരുന്നത്. യജ്ഞാത് ഭവതി പർജന്യഃ, യജ്ഞത്തിൽ നിന്നാണ് പർജന്യൻ, മഴയുണ്ടാകുന്നത്. യജ്ഞഃ കർമ്മസമുദ്ഭവഃ, യജ്ഞം കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇവിടെ യജ്ഞം എന്നതിന് 2 അർത്ഥമെടുക്കാം. നമ്മൾ നിഷ്കാമമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ പ്രകൃതിദത്തമായ കർമ്മങ്ങളായിട്ട് മാറുന്നു. പ്രകൃതി എപ്പോഴും ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ടുള്ള ഈശ്വരനിൽ അർപ്പിതമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. അത്തരത്തിൽ നമ്മളും ഈശ്വരാർപ്പിതമായിത്തീരുമ്പോൾ അതൊരു യജ്ഞം തന്നെയാണ്. ഇനി സാധാരണഗതി യജ്ഞം എന്ന് പറയുന്നത് വൈദിക യജ്ഞങ്ങളാണ്. അഗ്നിഹോത്രം പോലുള്ളത്, അതിരാത്രം പോലുള്ളത് ഒക്കെ യജ്ഞങ്ങളാണ്. അത്തരത്തിലുള്ള യജ്ഞങ്ങളെ അതിൻ്റെ സ്പെസിഫിക്കായ അർത്ഥത്തിലെടുത്ത് ജനറൽ ആയിട്ട്, പൊതുവായിട്ട് നമുക്ക് നിഷ്കാമമായ എല്ലാ കർമ്മങ്ങളും യജ്ഞമാണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ യജ്ഞം എവിടെ നിന്നുണ്ടാകുന്നു? കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. ഒരാൾക്ക് കർമ്മം എവിടെ നിന്നുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർമ്മം ബ്രഹ്മോദ്ഭവം വിദ്ധി, ബ്രഹ്മാവിൽ നിന്നുണ്ടാകുന്നു. ബ്രഹ്മാവ് എന്നതിന് വേദം എന്നൊരർത്ഥം കൂടി കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മം അക്ഷരസമുദ്ഭവം, ബ്രഹ്മ അക്ഷരസമുദ്ഭവം, അക്ഷരത്തിൽ നിന്നാണ് ബ്രഹ്മ ഉണ്ടാകുന്നത്. അക്ഷരം എന്ന് പറയുന്നത് നാശമില്ലാത്തത് എന്ന അർത്ഥത്തിലാണ്. പരമാത്മാവ് എന്ന് മനസ്സിലാക്കണം. പരമാത്മാവിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടാകുന്നു. തസ്മാത് സർവഗതം ബ്രഹ്മ, അതുകൊണ്ട് ഇവിടെ പറയുന്ന ബ്രഹ്മം പരമമായ അക്ഷരത്തെയാണ്. ആ അക്ഷരമായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന ബ്രഹ്മം എപ്പോഴും യജ്ഞേ പ്രതിഷ്ഠിതം, യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ് എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്നു. അതിനുശേഷം ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ അഖായുരിന്ദ്രിയാരാമഃ മോഖം പാർത്ഥ സ ജീവതി. ഇനി ഇപ്രകാരം പ്രവർത്തിക്കുന്ന, ഏവം പ്രവർത്തിതം ചക്രം, ഇതൊരു ചക്രമാണ്. ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സൈക്ലിക് പ്രോസസ് ആണത്.
ഒരു ചക്രം പോലെയാണ് ഈ ധർമ്മം പ്രവർത്തിക്കുന്നത്. ഈ കോസ്മിക് ധർമ്മ, പ്രാപഞ്ചിക ധർമ്മം പ്രവർത്തിക്കുന്നത് ഒരു ചക്രം പോലെയാണ്. ആ പ്രാപഞ്ചിക ധർമ്മത്തിന്റെ വ്യവസ്ഥയിൽ നിന്നും നമ്മൾ അതിനെ അനുസന്ധാനം ചെയ്യാതെ പ്രതിരോധിച്ചുകൊണ്ട് അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അഖായുഹു ഇന്ദ്രിയാരാമഹ, അഖായുഹു ആയുസ് തന്നെ പാപിഷ്ടമായിട്ട് തീരുകയും ഇന്ദ്രിയാരാമനായിരിക്കുകയും ചെയ്യുന്ന അവന്റെ ജീവിതം തന്നെ മോഹം, വ്യർത്ഥമായിട്ട് തീരും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഈ പ്രാപഞ്ചിക വ്യവസ്ഥയെ അനുസന്ധാനം ചെയ്യണം, കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. എന്താണ് ഈ പ്രകൃതി അല്ലെങ്കിൽ പ്രാപഞ്ചിക വ്യവസ്ഥ എന്ന് പറയുന്നത്? അത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നമുക്ക് നമ്മളുടെ അകത്ത് തന്നെ നമ്മുടെ പ്രകൃതിയുമായിട്ട് നമുക്ക് അനുരണനപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു സ്വരലയം, ഒരു ശാന്തി, ഒരു സമാധാനം, ആനന്ദം അത് നമ്മളുടെ അനുഭവമായിട്ട് വരും. ഈ അനുഭവം തന്നെയാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. പുറത്തൊരു പ്രകൃതി ഉള്ളതുപോലെ തന്നെ എല്ലാ ജീവികളിലും, വ്യക്തികളിലും, മനുഷ്യരിലൊക്കെ തന്നെ ഒരു ആന്തരിക പ്രകൃതിയുണ്ട്. ഈ ആന്തരിക പ്രകൃതിയും ബാഹ്യപ്രകൃതിയും തമ്മിൽ ഒരു സ്വരലയത്തിൽ വരണം, അവ തമ്മിലൊരു അനുരണനത്തിൽ വരണം, ഒരു ചേർച്ചയില്, പൊരുത്തത്തിൽ വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മളുടെ മനസ്സിൽ നിന്ന് അഹങ്കാരം പാടെ നിരാകൃതമായിട്ട് തീരണം. എപ്പോഴൊക്കെ അഹങ്കാരത്തിന്റെ ചെറിയ ആന്തോളനമോ വിജൃംഭണമോ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ നാം ബാഹ്യപ്രകൃതിയിൽ നിന്ന് നമ്മളുടെ ആന്തരിക പ്രകൃതിയെ വിപരീതമാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ആന്തരിക പ്രകൃതി ബാഹ്യപ്രകൃതിയുമായിട്ട് സ്വരലയപ്പെടുന്നത്, സമന്വയിക്കുന്നത് എപ്പോഴാണോ നമ്മുടെ അഹങ്കാരം സമ്പൂർണമായിട്ട് അസ്തമിച്ചിരിക്കുന്നത് ആ സമയത്ത് മാത്രമാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ. ഇപ്രകാരം പ്രവർത്തിക്കുന്ന ചക്രത്തെ ആരാണോ അനുവർത്തിക്കാതിരിക്കുന്നത് അവൻ അഖായുവാണ്. ആയുസ് തന്നെ, അവന്റെ ജീവനകാലം മുഴുവനും പാപത്തിൽ തന്നെയാണ് അവൻ ജീവിക്കുന്നത് എന്നർത്ഥം. അവൻ ഇന്ദ്രിയാരാമനാണ്. ഇന്ദ്രിയാരാമൻ എന്ന് വെച്ചാൽ ബാഹ്യലോകത്തെ വിഷയമായി കണ്ടുകൊണ്ട് ആ വിഷയങ്ങളെ തനിക്ക് അനുഭവിക്കണമെന്ന വ്യഗ്രതയോടുകൂടി വിഷയങ്ങൾക്ക് പിന്നാലെ നിരന്തരമായി ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവരെ ഇന്ദ്രിയാരാമന്മാർ എന്ന് വിളിക്കുന്നു. അപ്പൊ അവരായിട്ട് തീരുന്നത് എങ്ങനെയാണ്? ഈ ധർമ്മചക്രത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടാണ്. അപ്പോ 16-ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. 17 യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. യസ്തു എന്നുള്ള യഹതു ആത്മരതി ഏവ സ്യാത് ആത്മതൃപ്തഃ ച മാനവഃ ആത്മനി ഏവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. യഹ മാനവഃ തു, ഏതൊരു മനുഷ്യനാകട്ടെ, ആത്മരതിഹി ആത്മതൃപ്തഃ ച, ഏതൊരു വ്യക്തിയാകട്ടെ, ഏതൊരാളാകട്ടെ ആത്മരതിയുള്ളവനും ആത്മതൃപ്തനും ആത്മനിയേവ സന്തുഷ്ട, ആത്മാവിൽ തന്നെ സന്തുഷ്ടനും സ്യാത് ആകുന്നുവോ തസ്യ, അയാൾക്ക് കാര്യം ന വിദ്യത, ചെയ്യേണ്ടതായിട്ടൊന്നും തന്നെയില്ല, കർത്തവ്യ കർമ്മങ്ങളൊന്നും തന്നെയില്ല എന്നാണ് അതിന്റെ അർത്ഥം. എപ്പോഴാണ് മനുഷ്യനിൽ നിന്ന് കർത്തവ്യബോധത്തിൽ നിന്നുള്ള വിടുതൽ ഉണ്ടാകുന്നത്? കർത്തവ്യബോധത്തിൽ നിന്നുള്ള മോചനം തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. കർത്തവ്യബോധം അഹങ്കാരത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ്, ഒരു സന്തതിയാണ് കർത്തവ്യബോധം. എനിക്ക് ചെയ്യേണ്ടതുണ്ട്
ഞാൻ ചെയ്യുന്നവനാണെന്നുള്ള ധാരണയിൽ നിന്നാണ് എനിക്ക് ചെയ്യേണ്ടതുണ്ട്, എനിക്ക് പലതും ചെയ്യേണ്ടതുണ്ട്, എനിക്ക് കർത്തവ്യമുണ്ട് എന്നുള്ളത് കർത്തൃത്വബോധത്തിന്റെ ഒരു ഉൽപ്പന്നമായിട്ട് വരും. ഒരു ബൈ പ്രൊഡക്റ്റ് ആണത്, ഉപോൽപ്പന്നമാണത്. ആർക്കാണ് ഈ ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്? ഈ അനുഭവം ആണ് മോക്ഷത്തിന്റെ സ്വഭാവം. എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല എന്നുള്ളത്. ഏതൊരു മനുഷ്യൻ ആത്മരതി, രതി എന്ന് വെച്ചാൽ രമനം, ആത്മാവിൽ തന്നെ രമിക്കുക, അതാണ് ആത്മരതി എന്ന് പറയുന്നത്. ഒരു വണ്ട് താമരയുടെ അല്ലിക്കുടത്തിൽ നിന്നും തേൻ നുകരുന്ന സമയത്ത് ആ രമനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലുള്ള ഒരു അനുഭൂതി ഒരു യോഗിയിൽ ഉണ്ടാകുന്നു. ആ യോഗി അപ്പോഴേക്കും ജ്ഞാനനിഷ്ഠന്റെ തലത്തിലേക്ക് എത്തിയിരിക്കും. ആ യോഗി ആത്മരതിഹി മാത്രമല്ല, ആത്മതൃപ്ത, തന്നെത്താൻ തൃപ്തനായവനാണ്, സ്വയം തൃപ്തനായിരിക്കുക. നമ്മയൊക്കെ പലരും തൃപ്തിപ്പെടുത്തിയാലാണ് നമ്മൾ തൃപ്തരാകുള്ളൂ. നമ്മൾ നിസാര കാര്യങ്ങളിൽ അസംതൃപ്തരാകുന്നവരാണ് മനുഷ്യര്. എന്നാൽ ജ്ഞാനനിഷ്ഠനായിരിക്കുന്ന ഒരു സാഖ്യൻ, ഇവിടെ ജ്ഞാനനിഷ്ഠനായിരിക്കുന്ന വ്യക്തിയുടെ ഗീതയുടെ ഒരു സംബോധന എന്ന് പറയുന്നത് സാഖ്യനാണ്. അയാൾ സാഖ്യനാണ്. സാഖ്യൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി എന്നാണ് അർത്ഥം. ആ ജ്ഞാനിയാകട്ടെ ആത്മതൃപ്തനാണ്, സ്വയം തൃപ്തനായിരിക്കുന്ന ഒരാളാണ് ആത്മതൃപ്തൻ. ഒരു വിഷയം കിട്ടിയാലാണ് അയാൾ തൃപ്തിയാകുള്ളൂ എന്നല്ല. വ്യക്തികളുടെ തൃപ്തിപ്പെടുത്തലിലൂടെയല്ല അയാൾ തൃപ്തിയാകുന്നത്, അയാൾ ആത്മാവിൽ തന്നെ തൃപ്തനാണ്. അദ്ദേഹത്തിൽ നിന്ന് ബാഹ്യമായ ഒന്നും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയാലാണ് അയാൾ തൃപ്തനാകൂ എന്ന് വരുന്നില്ല. അയാൾ സ്വയമേ തൃപ്തനാണ്. സെൽഫ് സാറ്റിസ്ഫൈഡ് എന്ന് പറയില്ലേ നമ്മൾ അങ്ങനെയാണോ? പലരും നമ്മളുടെ ജീവിതത്തില് എപ്പോഴും നമ്മളെ തൃപ്തിപ്പെടുത്താനായിട്ട് പല ഘടകങ്ങൾ ഒന്നിക്കേണ്ടതുണ്ട്. അത്തരം തൃപ്തികൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പലതിലും ആശ്രയിച്ചുകൊണ്ട് നമ്മളെ തൃപ്തിയെ നിലനിർത്തിക്കൊണ്ടു പോകുകയാണ്. ആ ആശ്രയിക്കുന്ന വസ്തുക്കളുടെ പരിണാമങ്ങൾക്കും മാറ്റങ്ങൾക്കും അനുസരിച്ച് നമ്മളുടെ തൃപ്തികൾക്കും വ്യത്യാസം ഉണ്ടാകും. എന്നാൽ ഇവിടുത്തെ വ്യക്തി സ്വതന്ത്രനാണ്, അയാൾ ആത്മതൃപ്തനാണ്. ഈ ലോകത്ത് ഒരു ഘടകത്തിനും അയാൾ അതൃപ്തനാകാൻ കഴിയില്ല. ഒരു വസ്തുവിനും ഒരു വ്യക്തിക്കും അയാൾ അസംതൃപ്തി ജനിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ? അയാൾ ആത്മതൃപ്തനാണ്, അയാൾ സ്വയം തൃപ്തനാണ്. മാത്രമല്ല, അയാൾ ആത്മനി ഏവച സന്തുഷ്ട, തന്നിൽ തന്നെ സന്തുഷ്ടനാണ്. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തനിച്ചിരിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ തനിച്ചിരിക്കണം. നമ്മൾ എപ്പോഴും കരുതുന്നത് ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു എന്നാണ്. നമ്മുടെ കൂടെ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് എപ്പോഴും ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയെയോ തേടിക്കൊണ്ടിരിക്കവർ അവരുടെ ജീവിതം ഒറ്റപ്പെട്ടു പോവുകയാണ്. വാസ്തവത്തിൽ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ധ്യാന നിമഗ്നനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്നിൽ തന്നെ ആനന്ദം നുകർന്നുകൊണ്ടിരിക്കുന്നു. ആത്മനി ഏവഹ സന്തുഷ്ട, ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നു. ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ മുഖമുദ്രയായിരിക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യം ബാഹ്യവസ്തുക്കളുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ബാഹ്യലോകത്തെ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പലതരത്തിലുള്ള വിഘാതങ്ങളും വിച്ഛിത്തികളും ഉണ്ടാകുന്നു, തടസ്സങ്ങളും ഉണ്ടാകുന്നു, മുറിവുകൾ ഉണ്ടാകുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ആനന്ദത്തിന് ആത്മാവിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നു. ആത്മാവിൽ ആനന്ദം കണ്ടെത്തുന്നുമല്ല, ആത്മാവ് തന്നെ ആനന്ദമാണ്.
ആത്മാവ് തന്നെ തൃപ്തമാണ്, സംതൃപ്തമാണ് ആത്മാവ്. ആത്മാവിൽ തന്നെയാണ് രതിയും. സാധാരണ രതി എന്ന വാക്കിന് സെക്സ് എന്നൊരർത്ഥമാണ് കൊടുക്കാറ്. ഒരു വ്യക്തിയിലെ രത്യോർജത്തിന് ഫ്രോയിഡ് കൊടുക്കുന്ന വാക്ക് ലിബിഡോ എന്നാണ്. ലിബിഡോ എന്ന വാക്കിന് രതിയെ ഉദ്ദീപിപ്പിക്കുന്ന ഊർജമാണ് ലിബിഡോ എന്ന് പറയുന്നത്. അത്തരം ലിബിഡിനൽ ആയിട്ടുള്ള വ്യക്തി എപ്പോഴും ഒരു എതിർലിംഗത്തിലെ ഒരു ഇണയെ തേടിക്കൊണ്ട് തൻ്റെ രതിയെ നിർവഹിക്കാനായിട്ട് അയാൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പാരതന്ത്ര്യത്തിന്റെ ലക്ഷണമായിട്ട് മാറുന്നു. അയാൾ സ്വതന്ത്രനല്ല, അസ്വതന്ത്രനാണ് എപ്പോഴും. കാരണം എന്താ? അദ്ദേഹത്തിന് രമനം ചെയ്യണമെങ്കിൽ ഒരു ഇണ വേണം, ബാഹ്യമായൊരു ഇണ വേണം. അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ ബാഹ്യമായ ഇണകൾ എനിക്ക് വേണമെന്നുള്ള ആഗ്രഹമാണ് ഒരർത്ഥത്തിൽ ഒരു വ്യക്തിയെ ഗൃഹസ്ഥനാകാൻ പ്രേരിപ്പിക്കുന്നത്. എനിക്ക് ബാഹ്യമായ ഒരു ഇണ വേണ്ട രമിക്കാൻ എന്നുള്ള ആ അടിസ്ഥാനപരമായ ചോദനയാണ് ഒരു വ്യക്തിയെ സന്യാസിയാക്കുന്നത്. അപ്പൊ ആരാണ് സന്യാസി, ആരാണ് ഗൃഹസ്ഥൻ എന്നതിന് വളരെ ലളിതമാണത്. എനിക്ക് തന്നെത്താൻ രമിക്കാൻ കഴിയുമെങ്കിൽ, രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താൻ ഇരിക്കുമ്പോൾ തന്നെ രതിയിൽ ലഭിക്കുന്ന അതേ ആനന്ദം കിട്ടുന്നു. ഒരു വ്യക്തിക്ക് എതിർലിംഗത്തിലുള്ള വ്യക്തിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കിട്ടുന്ന രമനം ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൽ അത് കിട്ടുന്നു. അതാണ് ആത്മരമനം എന്ന് പറയുന്നത്. ആത്മാവിൽ രമിച്ചിരിക്കുക. അപ്പൊ എവിടെയാണ് സുഖം ഉള്ളത്, എവിടെയാണ് രമനമുള്ളത്, അതാണ് മനുഷ്യരെല്ലാവരും തിരയുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ അന്വേഷണം സുഖമാണ്. അത് ഒരു മദ്യപനും ആ സുഖം തിരഞ്ഞുകൊണ്ട് തന്നെയാണ് മദ്യപിക്കുന്നത്. എന്നാൽ ആ സുഖത്തിന്റെ സ്രോതസ് എവിടെയാണെന്ന് നമുക്കറിയുന്നില്ല. അതുകൊണ്ട് ഒരുവൻ മദ്യത്തിലും, ഒരുവൻ സ്ത്രീയിലും പുരുഷനിലും, ഒരുവൻ ബാഹ്യലോകത്തിലും ബാഹ്യ വിഷയങ്ങളിലും ഒക്കെ അത് തിരയുമ്പോൾ ഒരു ജ്ഞാനനിഷ്ഠനായ വ്യക്തി ആത്മാവില് അത് നുണഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആത്മനി ഏവച സന്തുഷ്ട, ആത്മാവില് തന്നെ അവൻ സന്തുഷ്ടനായിരിക്കുന്നു. ഇതാണ് പരമസ്വാതന്ത്ര്യം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരമസ്വാതന്ത്ര്യം ആനന്ദത്തിന് വേണ്ടി നമുക്ക് ബാഹ്യലോകങ്ങൾ മുഴുവനും അലഞ്ഞു തിരിയേണ്ട. ആനന്ദം നമ്മിൽ തന്നെയാകുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആനന്ദം നാം തന്നെയാകുന്നു. ഈ നാം എന്ന് പറയുന്നത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ആത്മാവായ ഞാൻ. ആത്മാവായിട്ടുള്ള ഞാനാണ് ആനന്ദമായിരിക്കുന്നത്. ആ ആത്മാവിനെ അറിയുക എന്നതാണ് അവനവനെ അറിയുക എന്ന അന്വേഷണത്തിന്റെ പാരമ്യമായിരിക്കുന്നത്. അത്തരത്തിലൊരു അറിവ്, ആ അറിവിനെയാണ് മഹാത്മാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഉപനിഷത്തുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഗീത മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തന്നെത്താൻ അറിയുക, തന്നെത്താൻ അറിവായി ജീവിക്കുക, അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. യഹാത്തു ആത്മരതിഹി ഏവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മനി ഏവച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. അങ്ങനെ ഒരാള്, തസ്യ അവന്, ആ ജ്ഞാനിക്ക് കാര്യം ന വിദ്യതേ. കാര്യം എന്ന വാക്കിന് സംസ്കൃതത്തില് വാട്ട് ഈസ് ടു ബി ഡൺ എന്നാണ്. എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അതിനെയാണ് കാര്യം എന്ന് പറയുന്നത്. കാര്യം എന്നതിന് കർത്തവ്യം എന്നുകൂടി അർത്ഥമുണ്ട്. ചെയ്യേണ്ടതായിട്ട് എന്തോ ഉള്ളത്, അതിനെ കാര്യം എന്ന് പറയുന്നു. എന്നാൽ സാധാരണ അജ്ഞാനികൾക്കാണ് കാര്യമുള്ളൂ, ജ്ഞാനിക്ക് കാര്യം ഇല്ല. അജ്ഞാനികൾക്കാണ് കർത്തവ്യമുള്ളൂ, ജ്ഞാനിക്ക് കർത്തവ്യമില്ല. അജ്ഞാനിക്കാണ് കർത്തൃത്വമുള്ളൂ, ജ്ഞാനിക്ക് കർത്തൃത്വമില്ല.
അത്തരത്തിൽ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഈ ആത്മബോധത്തിൽ നിന്ന്. ആത്മബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുള്ളൂ. ആത്മബോധമില്ലാത്തൊരു വ്യക്തിക്ക് എപ്പോഴും പാരതന്ത്ര്യം ഉണ്ടായിരിക്കും. പാരതന്ത്ര്യം എന്ന് പറയുന്നത് ബാഹ്യ വസ്തുക്കളിൽ സുഖത്തെ അന്വേഷിക്കുന്ന പ്രവണതയാണ് പാരതന്ത്ര്യം എന്ന് പറയുന്നത്. ആ പാരതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നതിന് കാരണം ആത്മബോധ്യമില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ ആത്മരതിയല്ല, ആത്മതൃപ്തനല്ല, ആത്മനീയവ സന്തുഷ്ടനുമല്ല, ആത്മസന്തുഷ്ടനുമല്ല. അതുകൊണ്ട് ഇവിടെ ജ്ഞാനനിഷ്ഠനായിരിക്കുന്ന ഒരു മഹാത്മാവിന്റെ കാര്യമാണ് പറയുന്നത്. അർജുനൻ ഈ ജ്ഞാനനിഷ്ഠനാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അർജുനൻ ആത്മരതിയുള്ളവനല്ല, ആത്മതൃപ്തനല്ല, ആത്മസന്തുഷ്ടനുമല്ല. അങ്ങനെയുള്ള ആള് സാഖ്യനാണോ? സാഖ്യനല്ല. പിന്നെ ആരാണ് അദ്ദേഹം? അദ്ദേഹം കർമ്മവാസനകളുള്ള ഒരു അജ്ഞാനിയാണ്. അങ്ങനെയുള്ള കർമ്മവാസനയുള്ള ഒരു അജ്ഞാനിയായിട്ടുള്ള അദ്ദേഹത്തിന് കർത്തവ്യം ഉണ്ട്, കാര്യമുണ്ട് ചെയ്യാനായിട്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചെയ്യേണ്ടത് വിഹിതമായ കർമ്മങ്ങൾ ചെയ്തേ മതിയാവും. അങ്ങനെ ചെയ്യുമ്പോഴും സൂക്ഷ്മത പാലിക്കേണ്ടത് നിഷ്കാമമായി അനുഷ്ഠിക്കാൻ പഠിക്കണം. അത് കാലക്രമത്തിൽ ആ വ്യക്തിയുടെ ചിത്തത്തെ ശുദ്ധീകരിക്കുകയും ആ ശുദ്ധീകരിച്ച ചിത്തം ക്രമാനുഗതമായി പിന്നീട് ജ്ഞാനത്തിന് സഹായകമാകുന്ന വിധത്തിൽ ശാന്തിക്ക് ഇടമുള്ള തെളിമയുള്ള ഒരു പ്രതലമായിട്ട് അത് വർത്തിക്കുന്നു. അതാണ് കർമ്മയോഗയുടെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത്. കർമ്മയോഗ ചിത്തശുദ്ധീകരണത്തിനാണ്, മോക്ഷത്തിനല്ല. എന്നാൽ മോക്ഷത്തിനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോക്ഷത്തിനാണ്. പക്ഷേ അതിൻ്റെ മുഖ്യ ലക്ഷ്യം ചിത്തശുദ്ധീകരണമാണ്. ശുദ്ധമായ ചിത്തം ജ്ഞാനത്തിന്റെ അഭ്യുദയത്തിന് സഹായകമായിട്ട് ഭവിക്കും എന്നാണ് പറയാൻ പറ്റുള്ളൂ. ശ്ലോകം 18. നൈവ തസ്യ കൃതേനാർത്ഥഃ ന കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. ന ഏവ നൈവ. ന ഏവ എന്നുള്ളതിനെ ചേർക്കുമ്പോഴാണ് നൈവ എന്ന് പറയുന്നത്. സന്ധി ചേർക്കുമ്പോഴാണ് അതങ്ങനെ നൈവ. പിരിക്കുമ്പോ ന ഏവ എന്ന് പറയും. ന പ്ലസ് ഏവ നൈവ. തസ്യ കൃതേന അർത്ഥഃ ന അകൃതേന ഇഹ കശ്ചന ന ച അസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയഃ. ഇങ്ങനെ പദം പിരിച്ച് നമുക്ക് സംസ്കൃതത്തിനെ ആദ്യം പദം പിരിച്ചു നോക്കണം എങ്ങനെയാണ്. അപ്പോഴേ അതിന്റെ അർത്ഥബോധം ഉണ്ടാവുള്ളൂ പൂർണ്ണമായിട്ട്. തസ്യ നേരത്തെ പറഞ്ഞ ആത്മതൃപ്തനും ആത്മരതിയും ആത്മസന്തുഷ്ടനുമായ ജ്ഞാനിയുടെ കുറിച്ചാണ്, ജ്ഞാനിയെ കുറിച്ചാണ് പറയുന്നത്. തസ്യ അയാൾക്ക്, ആ ജ്ഞാനിക്ക് കൃതേന ചെയ്തതിനെ കൊണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തു, അതുകൊണ്ട് അതിനെ കൊണ്ട് അർത്ഥഹന ഏവ പ്രയോജനം ഇല്ല തന്നെ. എന്തെങ്കിലും ചെയ്തത് കൊണ്ട് അയാൾക്കൊരു പ്രയോജനവും ഇല്ല. ജ്ഞാനിയുടെ കാര്യം പറയുന്നത്. ജ്ഞാനി എന്തിനു കർമ്മം ചെയ്യുന്നു എന്ന് ചോദിക്കും. ജ്ഞാനിക്ക് കർമ്മം ചെയ്തിട്ട് എന്ത് പ്രയോജനം? ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം സാക്ഷാത്കരിച്ച വ്യക്തിയാണ് ജ്ഞാനി. ആ ജ്ഞാനിക്ക് കർമ്മം ചെയ്തിട്ട് എന്ത് പ്രയോജനം? ഇനി അകൃതേന ഇഹ കശ്ചന ന, ചെയ്യാതിരുന്നത് കൊണ്ട് ഇവിടെ ഒന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ചെയ്യാതിരുന്നത് കൊണ്ട് ഒരു നേട്ടവുമില്ല, ഒരു പ്രയോജനവുമില്ല. ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ചെയ്യാതിരുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നോക്കൂ, ഒരു ജ്ഞാനിയുടെ സ്ഥിതി പറയൂ. ആൾ എത്ര സ്വതന്ത്രനാണ്. അസ്യ
ആ ജ്ഞാനിക്ക് അവന് സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും അർത്ഥവ്യപാശ്രയ ച കച്ചിതിന എന്തെങ്കിലും പ്രയോജനത്തിനായിട്ടുള്ള ആശ്രയത്വവും അദ്ദേഹത്തിനില്ല. അതായത് ഒരു ജീവികളെയും എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനത്തിനായിട്ട് ആശ്രയിക്കുന്ന എന്ന സവിശേഷതയും അദ്ദേഹത്തിനില്ല. സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുമ്പോഴും ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന മൂലം എന്തെന്ന് മനസ്സിലാക്കിയാലാണ് ആ സ്വാതന്ത്ര്യം എങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ വേദാന്ത ഗ്രന്ഥങ്ങൾ പഠിക്കുകയും വേദാന്തം ശ്രവിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും നമ്മൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള യോഗ്യരല്ല. അതുകൊണ്ടാണ് നിസ്സാര കാര്യങ്ങൾക്ക് വീടുകളിൽ പോലും പൊട്ടിത്തെറിക്കുന്നതും പ്രതികരിക്കുന്നതും ശക്തമായിട്ട് നമ്മളെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ അജ്ഞാനത്തിന്റെ, അനവബോധത്തിന്റെ, അവബോധമില്ലായ്മയുടെ പ്രതികരണങ്ങളാണ്. ജ്ഞാനിക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. ഉദാഹരണത്തിന് ഭഗവാൻ കൃഷ്ണൻ ജ്ഞാനിയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒന്നും ചെയ്യണ്ട. ചെയ്യാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ? അതുമില്ല. അപ്പോ അത്തരത്തിൽ ഒരു വ്യക്തിയുടെ, ജ്ഞാനിയായ ഒരു വ്യക്തിയുടെ ആന്തരികതയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഗീത ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളത് പ്രകാരം എല്ലാവരും ഓരോരോ പ്രയോജനത്തിനായിട്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. ഇപ്പോ ഒരാളെ നമ്മൾ സമീപിച്ചു, അയാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യൂ എന്നൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എനിക്കെന്ത് ബെനിഫിറ്റ് ആണ് എന്നുവെച്ചാൽ എനിക്കെന്ത് പ്രയോജനമാണ് അങ്ങനെ ചെയ്തതുകൊണ്ട്. പ്രയോജനം അനുദ്ദിശ്യ ന മന്ദോപി പ്രവർത്തതേ. പ്രയോജനം ലഭിക്കാത്ത ഒരു മന്ദനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമാന്ദ്യമുള്ളവനും പ്രവർത്തിക്കില്ല എന്ന് ഒരു ചൊല്ല് തന്നെ സംസ്കൃതത്തിലുണ്ട്. അങ്ങനെ ചൊല്ലുള്ളപ്പോൾ 99.99% ആളുകളും പ്രയോജനത്തിന്റെ അടിസ്ഥാനത്തിലെ പ്രവർത്തിക്കുള്ളൂ. പ്രയോജനമാണ് പ്രേരകമായിട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ജ്ഞാനിക്ക് അത്തരത്തില് ഒന്നിലും പ്രയോജനം കണ്ട് പ്രവർത്തിക്കുന്ന ആളല്ല ജ്ഞാനി എന്ന് പറയുന്നത്. കാരണം എന്താ? ഒരു കർമ്മയോഗി പ്രവർത്തിക്കുമ്പോൾ ചിത്തശുദ്ധ്യർത്ഥമാണ് പ്രവർത്തിക്കുന്നത്, ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ജ്ഞാനി എന്നത് മോക്ഷം പ്രാപിച്ച ആളാണ്, മുക്തനാണ്. ആ മുക്തനായ ഒരാൾക്ക് പിന്നെന്താണ് ഇനി പ്രയോജനം? കർമ്മം ചെയ്തിട്ട് എന്ത് പ്രയോജനം? കർമ്മം ചെയ്തിട്ടൊരു പ്രയോജനമില്ല. അപ്പോ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് അത് നോക്കാം. 19ാമത്തെ ശ്ലോകം. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. തസ്മാത് അസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തഃ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പൂരുഷഃ. തസ്മാത് അതുകൊണ്ട്, അസക്തഃ അസക്തനായിട്ട്, സതതം എല്ലായ്പ്പോഴും, കാര്യം കർമ്മം ചെയ്യേണ്ടുന്ന കർമ്മത്തെ, സമാചര നല്ല പോലെ നീ ആചരിക്കൂ എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. ചെയ്യേണ്ട കർമ്മത്തെ, കാര്യം കർമ്മ. അപ്പോ അതിൽ നിന്ന് തന്നെ ഭഗവാൻ അർജുനനെ അജ്ഞാനിയായിട്ട് കണക്കാക്കിയിരിക്കുന്നു. അജ്ഞാനിയാണെങ്കിലും അദ്ദേഹം
ഒരു മുമുക്ഷുവിനെ പോലെയാണ് പെരുമാറിയിട്ടുള്ളത്. കാരണം ഭഗവാന്റെ ശിഷ്യനാകാൻ ആഗ്രഹിച്ച് ശിഷ്യസ്തേഹം ശാധിമാം, എന്നെ പഠിപ്പിച്ചാലെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല എനിക്ക് വേണ്ടത് എന്താണെന്ന്, എനിക്ക് ശരിയായിട്ടുള്ളത് യുക്തമായിട്ടുള്ളത് എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എന്നെ പഠിപ്പിച്ചാലും ശാധിമാം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു മുമുക്ഷുവാണ്, ജിജ്ഞാസുവാണ് അദ്ദേഹം. ആ ജിജ്ഞാസു എന്ന് പറയുന്നതും ജ്ഞാനി എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. ജിജ്ഞാസു ഒരു അന്വേഷിയാണ്, അന്വേഷി ഒരു അജ്ഞാനിയാണ്. അജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയല്ല. പക്ഷെ എല്ലാ അജ്ഞാനികളും അജ്ഞാനി തന്നെയാണ്. എന്തെന്നാൽ ഇത്തിരി ജ്ഞാനം ഉണ്ട്, കുറച്ചും കൂടി ജ്ഞാനം ഉണ്ടായ മോക്ഷം കിട്ടും എന്ന് പറയുന്ന ഒരു ജ്ഞാനമില്ല. ഒന്നുകിൽ ജ്ഞാനി അല്ലെങ്കിൽ അജ്ഞാനി. നമ്മുടെ വെള്ളമെടുത്ത് 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആകുമ്പോഴാ തിളക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ജ്ഞാനവും. 99 ഡിഗ്രി സെന്റിഗ്രേഡ് ആയാലും വെള്ളം തിളക്കില്ല. അതുപോലെ ഒരാൾ ജ്ഞാനി അല്ലെങ്കിൽ അജ്ഞാനി, ഈ 2 കാറ്റഗറിയിലേ പെടുള്ളൂ, ഗണനയിലാണ് ഒരാൾ പെടുള്ളൂ. ഒന്നുകിൽ ഒരാൾ ജ്ഞാനി അല്ലെ അജ്ഞാനി. ഇതിനിടയില് അല്പജ്ഞാനി, അല്പജ്ഞാനി, അർദ്ധജ്ഞാനി, മുക്കാൽ ജ്ഞാനി, ഇങ്ങനെയുള്ള ജ്ഞാനികളൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കരുത്. ജിജ്ഞാസുവായിരിക്കുന്നവനും അജ്ഞാനിയാണ്. അപ്പൊ ജിജ്ഞാസു ആയിരിക്കുന്നതിന് ഗ്രേഡ് കൂടുതലില്ലേ എന്ന് ചോദിക്കും. ഗ്രേഡ് കൂടിയാലും അജ്ഞാനം തന്നെയാണ്. ജ്ഞാനം ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് മാത്രമാണ് ജ്ഞാനം. ആത്മാവ് ഞാൻ തന്നെയാണെന്നുള്ള ബോധ്യം ഒരു വ്യക്തിക്കുണ്ടാകുമ്പോൾ അല്ല അജ്ഞാനം നശിച്ചിരിക്കുന്നു. അതുവരെ അയാൾ അജ്ഞാനിയാണ്. അതുകൊണ്ട് കാര്യം കർമ്മ സമാചര, അർജുന, നിനക്ക് നിയുക്തമായ കർമ്മം നീ ചെയ്യണം. നീ അതിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. അത് നിനക്ക് വിഹിതമായ കർമ്മം, അത് നിന്നിൽ നിക്ഷിപ്തമായ കർമ്മം, അത് നിന്റെ ഗുണഘടനയാണ്, അതിന്റെ ധർമ്മമാണ്. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ചെയ്യണം. നമ്മളെല്ലാവരും ചെയ്യേണ്ടുന്നതിനെ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും, ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കും. എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് അത് മറുകണ്ഠം ചാടിപ്പോകും നമ്മൾ. അത് ചെയ്യാതെ, അത് പാപമാണ്. ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് പാപമാണ്. എന്നാൽ ദുഷിച്ച കർമ്മങ്ങൾ ചെയ്യുന്നതും പാപമാണ്. അങ്ങനെ പാപങ്ങൾ പലതരമുണ്ട്. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര, ചെയ്യേണ്ട കർമ്മങ്ങൾ നല്ലവണ്ണം ആചരിക്കൂ. ഹി, എന്തുകൊണ്ടെന്നാല് അസക്ത കർമ്മ, അസക്തനായിട്ട് കർമ്മ ആചരൻ, കർമ്മത്തെ ആചരിക്കുന്ന പുരുഷ, മനുഷ്യൻ, പരം ആപ്നോതി, പരമായതിനെ പ്രാപിക്കുന്നു. പരം ആപ്നോതി. അസക്തനായിട്ട് കർമ്മം ചെയ്താൽ പരമമായതിനെ പ്രാപിക്കുന്നു എന്നുള്ളത് അതിന്റെ ഡയറക്റ്റ് റിസൾട്ട് അല്ല, അത് പ്രത്യക്ഷത്തിലുള്ള ഫലമല്ല അതിന്റെ. കാരണം അസക്തനായിട്ട് കർമ്മം ചെയ്യുന്നതിലൂടെ ചിത്തശുദ്ധിയെ ഉണ്ടാകുന്നുള്ളൂ, പരമാത്മപ്രാപ്തി ഉണ്ടാകുന്നില്ല. എന്നാൽ ഇവിടെ അത് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു? ചിത്തശുദ്ധി ദ്വാര ജ്ഞാനോദയത്തോടെ ഒരാൾക്ക് പരമാത്മപ്രാപ്തി ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണത്. അല്ലാതെ അസക്തനായി കർമ്മം ചെയ്തുകൊണ്ട് ഒരാൾക്ക് മോക്ഷം ഉണ്ടാകുന്നില്ല. അസക്തനായിട്ട് കർമ്മം ചെയ്താൽ അയാൾക്ക് അതിലൂടെ ചിത്തശുദ്ധി ഉണ്ടാകും, അന്ധക്കരണ ശുദ്ധി ഉണ്ടാകും. തീർച്ചയായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കണം. 20ാമത്തെ ശ്ലോകം. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനഗാതയഃ
ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മണ ഏവ കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയഃ ലോകസംഗ്രഹം ഏവ അപി സംപശ്യൻ കർത്തും അർഹസി. കർമ്മണ കർമ്മം കൊണ്ട് ഏവ തന്നെ കർമ്മം കൊണ്ട് തന്നെ ഹി നിശ്ചയമായിട്ടും ജനകാദയ ജനകൻ തുടങ്ങിയവര് ജനകൻ മുതലായവര് സംസിദ്ധി എന്നതിന് മോക്ഷം എന്നാണ് അർത്ഥം. സംസിദ്ധി എന്ന വാക്കിന് മോക്ഷം. ആസ്ഥിത പ്രാപിച്ചിട്ട് എന്താ ലോകസംഗ്രഹത്തെ ഏവ തന്നെ സംപശ്യൻ നല്ലപോലെ കണ്ടുകൊണ്ട് അപി കണ്ടിട്ടെങ്കിലും കർത്തുമർഹസി നീ കർമ്മം ചെയ്യാൻ അർഹനാണ്. എന്തായാലും അർജുനൻ ജ്ഞാനിയല്ല, ജനകൻ തുടങ്ങിയ ഒരു ജ്ഞാനികളാണ്. അതുകൊണ്ടാണ് അവർ സംസിദ്ധരെന്ന് പറഞ്ഞിരിക്കുന്നത്. ജനകൻ ജ്ഞാനിയായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു രാജഋഷിയാണ്. പക്ഷെ അദ്ദേഹം രാജഋഷിയാണെങ്കിലും ജ്ഞാനിയാണെങ്കിലും ജ്ഞാനനിഷ്ഠനാണെങ്കിലും അദ്ദേഹം ലോകസംഗ്രഹത്തിനായിട്ട് വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനികളുടെ ഒരു പ്രത്യേകതയാണ്, ജ്ഞാനികൾ ജ്ഞാനസിദ്ധി നേടിയിട്ടും പിന്നീട് കർമ്മം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കും. അവർക്ക് കർമ്മമൊന്നുമില്ലല്ലോ ചെയ്യാനായിട്ട്. എല്ലാവരും കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. പമ്പരയായിട്ടുള്ള അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ളൊരു അജ്ഞാനി, പമ്പരവിഡ്ഢി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പമ്പരവിഡ്ഢിയായിട്ടുള്ള ഒരാള് അയാൾ കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്നും കൃത്യമായ ഭൗതികമായ ഫലം അതിൽ നിന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പട്ടികളും മൃഗങ്ങളും പൂച്ചകളും ഒക്കെ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ഫലം. അതുകൊണ്ട് മൃഗങ്ങളെയൊക്കെ മെരുക്കുന്നതും മൃഗങ്ങളെ ശിക്ഷണം ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ചെയ്താൽ അവർക്ക് ഒരു ഫീഡ് കൊടുക്കാൻ കഴിക്കാനായിട്ട് എന്തെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കത്തിരി കുറേശ്ശെ. അങ്ങനെ ഓരോ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിച്ച് അവർക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് അവരെ ശിക്ഷണം ചെയ്യിക്കാൻ പറ്റുള്ളൂ. അവർക്കൊരിക്കലും സെൽഫ് മോട്ടിവേഷൻ ഒന്നുമില്ല പഠിക്കാനായിട്ട്. തീറ്റ കിട്ടുമെന്നുള്ളത് കൊണ്ട് അവർ പഠിക്കുന്നു എന്നുള്ളൂ. ട്രെയിനിങ് അങ്ങനെയാണ് ജീവികൾക്ക് കൊടുക്കുന്നത്. അപ്പോ ജനകൻ തുടങ്ങിയവർ, ജനകൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട്? ജനകൻ മാത്രമല്ല, ആതയഹ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ കാലഘട്ടത്തിലെ രാജർഷിമാരിലെ പ്രധാനി ജനകൻ, അശ്വപതി, സാവിത്രിയുടെ പിതാവ് അശ്വപതി, അതുകൂടാതെ ഇക്ഷാകു, അംബരീഷൻ, ഇവരൊക്കെ രാജർഷിമാർക്ക് ജ്ഞാനികളായിട്ടുള്ളവരായിരുന്നു. അവരെന്നിട്ടും ലോകസംഗ്രഹം എന്ന പദം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലോകത്തിന്റെ സംഗ്രഹത്തിനായിട്ടുകൊണ്ട് പ്രവർത്തിക്കണം. ഈ ലോകത്തെല്ലാ ജ്ഞാനികളും മുക്തന്മാരായിട്ടും ലോകസംഗ്രഹത്തിന് പ്രവർത്തിച്ചു. നാരായണ ഗുരുവിന്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ. മരുത്വമലയിൽ വെച്ചിട്ട് സംസിദ്ധി ഉണ്ടായി, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായി, എന്നിട്ടും ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി ഒന്നുമില്ല. സ്വതവേ ആനന്ദത്തിൽ ഒരു കർമ്മവും ഒന്നും ചെയ്യാതിരിക്കാം. ചെയ്തത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ചെയ്യാതിരുന്നത് കൊണ്ട് പ്രയോജനമില്ല. പക്ഷേ ശരീരം വീണ്ടും ജ്ഞാനിയായതിനു ശേഷവും ശരീരം കുറച്ചുകൂടി കാലം നിലനിൽക്കും. എന്തുകൊണ്ടാണ് ഒരാൾ ആത്മസാക്ഷാത്കാരം നേടിയിട്ടും ശരീരം നിബദിക്കാതിരിക്കുന്നത്? ശരീരം കൊണ്ടുള്ള ധർമ്മം അല്ലെങ്കിൽ ജീവിതം കൊണ്ടുള്ള ധർമ്മം
പൂർത്തീകരിക്കുന്നത് മോക്ഷം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ മോക്ഷം ഉണ്ടാകുമ്പോൾ ആ ശരീരത്തിന് സ്വയം നശിച്ചുകൂടെ? നടരാജ ഗുരു ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം ആ കാർ ഒരു 80 കിലോമീറ്റർ വേഗത്തിൽ പോവുകയാണ്. അപ്പൊ അതിന്റെ സ്വിച്ച് ഞാൻ ഓഫാക്കി. സ്വിച്ച് ഓഫ് ആക്കാന്ന് പറഞ്ഞാൽ അതില് എഞ്ചിനിലേക്ക് വരുന്ന പെട്രോള് അതിനെ സ്റ്റോപ്പ് ചെയ്യാണ്. പെട്രോളിന് സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ പെട്രോൾ സ്റ്റോപ്പായി, ഇന്ധനം വരുന്നത് നിന്നു. എന്നാലും ആ കാറ് വീണ്ടും 1, 2, 3 കിലോമീറ്റർ ഓടിയിട്ടാണ് നിൽക്കുള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഓടി വന്നിരുന്ന കാറിന് ഒരു മൊമെന്റം ഉണ്ട്, ഒരു ഗതിവേഗമുണ്ട്. ആ ഗതിവേഗം സാവധാനത്തിൽ നിലയ്ക്കുള്ളൂ. അതിന്റെ എഞ്ചിനിലേക്ക് മുമ്പേ വന്ന ഇന്ധനം കത്തിത്തീരണം. നമ്മൾ എഞ്ചിനിലേക്ക് വരുന്ന ഇന്ധനം നിർത്തിയാലും മുമ്പേ എഞ്ചിനിലേക്ക് പ്രവഹിച്ച ഇന്ധനം കത്തിത്തീരുന്നത് വരെ അത് ഓടിക്കൊണ്ടിരിക്കും. അതുപോലെ എല്ലാ ശരീരത്തിനും ഒരു പ്രാരബ്ധമുണ്ട്. പ്രാരബ്ധം മുമ്പേ എത്തിയ ഇന്ധനമുണ്ട്. ഈ ശരീരത്തിന്റെ ആയുസ് എന്ന് പറയുന്നതാണ്. ആ ആയുസ് തീരുവോളം, ആ ഇന്ധനം കത്തുവോളം ഈ ശരീരം ജ്ഞാനി ആയതിനു ശേഷവും ഈ ലോകത്തിൽ ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കും. ഈ നിപതിക്കുന്നതിന് മുമ്പുള്ള ഒരു ജ്ഞാനിയുടെ ശരീര നിപാതത്തിന് മുമ്പുള്ള ആ സമയം ഒരു ജ്ഞാനി എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് ജ്ഞാനി തന്നെ തീരുമാനിക്കണം. അതാണ് ലോകസംഗ്രഹമാണ് പിന്നെ ജ്ഞാനിയുടെ ലക്ഷ്യം. ഈ ലോകത്തിന് ഒരു മാതൃകയായിട്ട് തൻ്റെ ജീവിതം മാറുന്നു. നാരായണ ഗുരുവിന്റെ ഒരു കവിതയില് നാരായണ ഗുരു പറയുന്നുണ്ട്, സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരനുദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളി അതിൽ ആക്കിയിടുവാൻ പിന്നെയാട്ടെ, കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക്, ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. അതായത് ജ്ഞാനിയായിട്ടും ആ ഗുരു പറയുന്നു, മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് പോയിട്ട് ഒളിക്കാതെ ഏകാന്തമായി ഗുഹകളിൽ പോയിരുന്ന് ജീവിതം തീർക്കാതെ സമൂഹം എന്ന് പറയുന്ന ആ ചുറ്റുപാടുകളില് കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക്, ആ ലോകത്തിന് ധർമ്മ വ്യവസ്ഥയിലേക്ക് ചേർക്കണം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹൈഹ. ആരാണോ ഈ ധർമ്മചക്രത്തിന്റെ പുറത്തുള്ളവര് അവരൊക്കെ ധർമ്മചക്രത്തിൽ കൂട്ടി യോജിപ്പിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അതാണ് ലോകസംഗ്രഹം എന്ന് പറയും. ലോകസംഗ്രഹാർത്ഥം അവർ ജീവിക്കും ജ്ഞാനികള്. ജനകനും അത്തരത്തിലൊരു ജ്ഞാനിയായിരുന്നു. അദ്ദേഹം ലോകസംഗ്രഹാർത്ഥം ജീവിച്ചു. അശ്വപതി മുതലായവരൊക്കെ ലോകസംഗ്രഹാർത്ഥം ജീവിച്ചു. അർജുന, അവരൊക്കെ എത്ര മാതൃകയായിരുന്നു ഈ ലോകത്തിന്. നീ ജ്ഞാനിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലോകസംഗ്രഹത്തിനെങ്കിലും നീ എന്തെങ്കിലും പ്രവർത്തിക്കും. ഒരു തമാശയായിട്ടെന്ന് നീ പറയാണ് വാസ്തവത്തില്. ശരിക്കും അർജുനന്റെ സ്വധർമ്മം ചെയ്യിക്കാനായിട്ട് ഭഗവാൻ ഒട്ടേറെ മോട്ടിവേഷണൽ തിയറി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ആ മോട്ടിവേഷണൽ തിയറിയൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ സമുദ്ധരിക്കാൻ ഒരുപാട് പ്രിൻസിപ്പിളുകൾ, തത്വങ്ങൾ നമുക്ക് ഇതിൽ നിന്നും കണ്ടെത്താവുന്നതേ ഉള്ളൂ. ലോകസംഗ്രഹത്തിന് ആയിട്ട് ലോകസംഗ്രഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകം എപ്പോഴാണ് കുത്തഴിഞ്ഞതുപോലെ എത്തിത്തീരുന്നത്? ധർമ്മവ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ്. ആ ധർമ്മത്തിലേക്ക് അവരെ പിടിച്ചിടുന്ന ധർമ്മം നിർവഹിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ നാട്ടിലും ദൈവഗത്യ വന്ന് പിറന്നിട്ടുള്ള
മഹാത്മാക്കളുടെ, ജ്ഞാനികളുടെ ധർമ്മമാണത്. ആ ധർമ്മം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ശ്ലോകത്തില് നമ്മെ പഠിപ്പിക്കുന്നത് മഹാഋഷിമാര് ആയിരുന്നു ജനകൻ മുതലായവര്. എന്നിട്ടും അവര് ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തും അർഹസി, ലോകസംഗ്രഹത്തെ നല്ലപോലെ കണ്ടുകൊണ്ട് അർജുന നീയും കർമ്മം ചെയ്യൂ. കർമ്മത്തിൽ നിന്ന് ഓടിയൊളിക്കാതെ, കർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിന്റെ ധർമ്മം നീ ചെയ്യൂ. എന്തായാലും ഭഗവത്ഗീത നമ്മളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ഘടകം, നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തില് ധർമ്മ്യമായ ചിലതെല്ലാം ചെയ്യാനുണ്ട്. വ്യക്തിഗതമായിരിക്കുന്ന ആ സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതൊരിക്കലും മറുകണ്ഠം ചാടി പോകാവുന്നതല്ല. അത് ചെയ്യേണ്ടുന്ന രീതിയുണ്ട്. അതില് നിഷ്കാമമായിട്ട് ആസ്വദിച്ചുകൊണ്ട് ആ ധർമ്മം ചെയ്യണം. അതിൽ നിന്ന് അതിന്റെ ഫലത്തിൽ നമ്മളുടെ മനസ്സ് വയ്ക്കാൻ പാടില്ല. ഫലം ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് യജ്ഞരൂപത്തിൽ ചെയ്യണം, അനുഷ്ഠിക്കണം. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ വലിയൊരു ഭാരം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് കാണും. ആ ഭാരം എന്താണ്? കർത്തവ്യബോധത്തിൽ നിന്നുള്ള ഒരു ഭാരമാണ്, അഹങ്കാരത്തിന്റെ ഭാരമാണ്, കർത്തൃത്വത്തിന്റെ ഭാരമാണ്, ഫലകാംക്ഷയിൽ നിന്നുണ്ടാകുന്ന ഭാരമാണ്. ആ ഭാരം ഒഴിയുമ്പോൾ മനസ്സ് ശാന്തമാകും, മനസ്സ് സ്വച്ഛവും ശീതളിമയുള്ളതുമാകും. ആ ശാന്ത ചിത്തത്തിലാണ് ജ്ഞാനം പ്രകാശിക്കുന്നത്. അതാണ് അർജുനന് പഠിപ്പിക്കുന്നത്, നമ്മൾക്കും ഭഗവാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ 4 ശ്ലോകങ്ങളും നമ്മളുടെ ജീവിതത്തിന് ഒരു ഉൾക്കാഴ്ച നൽകുന്ന ശ്ലോകങ്ങളായിട്ട് ഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്തേ. ഓം.